ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. ഇവിടെ വട്ടിയൂർക്കാവ് ഗവൺമെൻറ് LPSന് അനധികൃതമായി അവധി നൽകിയ പ്രഥമാധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പണിമുടക്കിനെ തുടർന്ന് സ്കൂൾ അടച്ചിട്ട സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ട്. സ്റ്റെഫിൻ, ഇത് എങ്ങനെയാണ് ഒരു പ്രഥമാധ്യാപകൻ തൻ്റെ സ്കൂളിന് മാത്രമായി അവധി നൽകുന്നത്? പണിമുടക്കുമായി ബന്ധപ്പെട്ട് അവധി നൽകുന്നത് എന്താണ് നടന്നത്? ദിവിഷ ശമ്പള പരിഷ്കരണം അനുവദിക്കുക, DA കുടിശ്ശിക തന്നു തീർക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ CPIയുടെയും തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് പണിമുടക്ക് നടക്കിയത്. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ വട്ടിയൂർക്കാവ് LPS സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ വാട്സപ്പിൽ ഒരു സന്ദേശം ഇട്ടിരുന്നു. അതായത് ഇന്ന് സ്കൂളിന് ക്ലാസ് ഉണ്ടാകില്ല, മറ്റ് അധ്യാപകരെല്ലാം തന്നെ ഇത്തരത്തിൽ പണിമുടക്കിലാണ് എന്നുള്ള ഒരു സന്ദേശം ഇട്ടിരുന്നു. അതാണ് വലിയ തോതിൽ വിവാദമായത്. ഇന്ന് AEO സ്കൂളിലെത്തി കാര്യത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ സ്കൂൾ പൂട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതേ സംബന്ധിച്ച് റിപ്പോർട്ടും നൽകിയിരുന്നു. തുടർന്ന് ആണ് ഈ സംഭവം വലിയ വിവാദമായതോടുകൂടിയാണ് ഇപ്പോൾ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും വിഷയത്തിൽ കൂടുതൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നായിരുന്നു ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗം വലിയ സമരമൊക്കെ നടത്തിയത്. അതിനിടയിലാണ് ഇന്നലെ തന്നെ ഈ സമരം കാരണം അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടാകില്ല എന്ന് പ്രഥമാധ്യാപകൻ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് ഇനിയിപ്പോൾ നടപടികൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ചെയ്യും.